അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായി ജനിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായി വളർന്നത് കമ്മ്യൂണിസ്റ്റുകാരനായി മരണപ്പെടും. ആകെ കമ്മ്യൂണിസ്റ്റുകാരനെ അല്ലാതാക്കാൻ ഈ പിണറായി വിജയനും സംഘവും ശ്രമിച്ചാൽ അതിനൊന്നും പോകുന്നൊരു കക്ഷിയല്ല ഈ പറയപ്പെടുന്ന ജി സുധാകരൻ. ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒഴിവാക്കാൻ, എന്നെ മാറ്റി നിർത്താൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്ന് എൻ്റെ ആളുകൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഇനിയും അംഗത്തിന് ബാല്യമുണ്ട് സാറേ. അവിടെ പിണറായി വിജയനുള്ള ആവശ്യതയൊന്നും ആർക്കില്ല, ജി സുധാകരനില്ല. ജി സുധാകരനെ പോലെ വെട്ടിമാറ്റപ്പെടുന്ന എത്രയോ പേരുണ്ടെന്നേ. പക്ഷേ ഈ പറയുന്ന നേതാക്കന്മാർ മാറി നിൽക്കാതെ പുതിയ, ഇപ്പൊ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ യുവാക്കൾക്ക് അവസരം ലഭിക്കുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അത് CPM-ൽ അപ്പോൾ ഈ അടുത്തൊന്നും ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. അല്ല, CPM-ൽ നോക്കി, ഇതൊക്കെ ഒരു പ്രൊപ്പോർഷണൽ കണക്കാണ്, ഇതൊക്കെ കണക്കുകളാണ്. ഒരു നിയമസഭയിലേക്ക് നിയമസഭാ സാമാജികരെ തിരഞ്ഞെടുത്ത് വിടുമ്പോൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ലിസ്റ്റ് അവതരിപ്പിക്കുമ്പോൾ അവിടെ പ്രായം പരിഗണന കൊടുക്കണം. അതിനാണ് യുവജന സംഘടനകൾക്ക് പരിഗണന കൊടുക്കുന്നത്. DYFIക്ക് ഇത്ര സീറ്റ്, SFI നേതൃത്വത്തിൽ നിന്നുള്ളവർക്ക് ഇത്ര സീറ്റ്, CATUകാർക്ക് ഇത്ര സീറ്റ്, CPM-ന് ഇത്ര, CPIക്ക് ഇത്ര, ഘടകകക്ഷികൾക്ക് ഇത്ര. കോൺഗ്രസും അങ്ങനെയല്ല. യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ്, അവർക്കൊക്കെ സീറ്റ് പ്രൊപ്പോർഷൻ വെക്കും. അത് കൃത്യമായ ഇക്വേഷൻസിലാണ്. ഇതെന്തിനാണ് അങ്ങനെ വെക്കുന്നത്? നിയമസഭയിൽ എല്ലാവരുടെയും പ്രതിനിധികൾ ഉണ്ടാവണം.